നമസ്കാരം. ഭൂമിക്ക് പുറത്ത് പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും ജീവൻ്റെ സാന്നിധ്യമുണ്ടോ എന്ന മനുഷ്യൻ്റെ കാലങ്ങളായുള്ള അന്വേഷണങ്ങളിൽ ശാസ്ത്രലോകം ഏറെ കൂടുതൽ പ്രതീക്ഷയോടെ നോക്കിക്കണ്ടിരുന്ന ഒന്നാണ് വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പ. യൂറോപ്പയുടെ ഉപരിതലത്തിലെ കട്ടിയേറിയ മഞ്ഞുപാളികൾക്ക് താഴെ ഒരു കൂറ്റൻ സമുദ്രമുണ്ട് എന്നും അവിടെ ജീവൻ നിലനിൽക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുമാണ് ശാസ്ത്രജ്ഞർ ഇപ്പോൾ കണക്കാക്കുന്നത്. ഈ സമുദ്രത്തിലെ ജലം മഞ്ഞുപാളികളിലെ വിള്ളലുകളിലൂടെ ബഹിരാകാശത്തേക്ക് വൻതോതിൽ ചീറ്റിത്തെറിക്കുന്നുണ്ടെന്ന പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കണ്ടെത്തലാണ് ഇപ്പോൾ പുതിയ ഡാറ്റയുടെ വിശകലനത്തിലൂടെ തെറ്റാണെന്ന് തെളിഞ്ഞിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് കണ്ടെത്തിയതായി അവകാശപ്പെട്ട ഈ ജലധാരകളുടെ അഥവാ പ്ലൂമുകളുടെ ലക്ഷണങ്ങൾ കൂടുതൽ കൃത്യതയാർന്ന നിരീക്ഷണങ്ങളിലൂടെ ഇപ്പോൾ പൂർണ്ണമായും അപ്രത്യക്ഷമായിരിക്കുകയാണ്. ജ്യോതിശാസ്ത്ര ജേണലായ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് മെയ് ലക്കത്തിൽ പ്രസിദ്ധീകരിച്ച പുതിയ പഠന റിപ്പോർട്ടിലാണ് ശാസ്ത്രലോകത്തെ നിരാശപ്പെടുത്തുന്നതും ഒപ്പം ചിന്തിപ്പിക്കുന്നതുമായ ഈ വിവരങ്ങളുള്ളത്. ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞ 10 വർഷത്തിലധികമായി നടത്തിയ നിരീക്ഷണങ്ങൾ വിശദമായി വിശകലനം ചെയ്ത ശേഷമാണ് ജ്യോതിശാസ്ത്രജ്ഞർ ഈ നിഗമനത്തിൽ എത്തിച്ചേർന്നത്. സ്റ്റോക്ക്ഹോമിലെ KTH റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ പ്ലാനറ്ററി ആസ്ട്രോണമറായ ലോറൻസ് റോത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഗവേഷകരാണ് ഈ പുതിയ പഠനത്തിന് പിന്നിൽ. ഏകദേശം 13 വർഷങ്ങൾക്ക് മുൻപ് ഹബിൾ ടെലസ്കോപ്പ് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ യൂറോപ്പിയുടെ ദക്ഷിണ ധ്രുവത്തിൽ നിന്ന് വൻതോതിൽ ജലബാഷ്പം പുറന്തള്ളപ്പെടുന്നുവെന്ന നിഗമനത്തിലായിരുന്നു ഇതേ ശാസ്ത്രജ്ഞർ എത്തിച്ചേർന്നിരുന്നത്. എന്നാൽ പിന്നീട് നിരന്തരമായി നടത്തിയ നിരീക്ഷണങ്ങളിലൊന്നും തന്നെ അത്തരം ജലധാരകളുടെ സാന്നിധ്യം കണ്ടെത്തുവാൻ ഇവർക്ക് കഴിഞ്ഞില്ല. ആദ്യകാലത്ത് ലഭിച്ച വിവരങ്ങളിലുണ്ടായ പിഴവുകളോ അല്ലെങ്കിൽ യൂറോപ്പയ്ക്ക് ചുറ്റുമുള്ള ഹൈഡ്രജൻ വാതകത്തിൻ്റെ സാന്നിധ്യമോ ആകാം ശാസ്ത്രജ്ഞരെ അന്ന് തെറ്റായ നിഗമനത്തിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ കരുതുന്നത്. 2004 പുറത്തു വന്ന ആദ്യ റിപ്പോർട്ടുകൾ പ്രകാരം യൂറോപ്പിയുടെ ദക്ഷിണ ധ്രുവത്തിന് ചുറ്റുമുള്ള അൾട്രാവയലറ്റ് പ്രകാശത്തിൻ്റെ തീവ്രതയാണ് ജലസാന്നിധ്യമായി വ്യാഖ്യാനിക്കപ്പെട്ടത്. ജലതന്മാത്രകൾ വിഘടിച്ചുണ്ടാകുന്ന ഹൈഡ്രജൻ ഓക്സിജൻ ആറ്റങ്ങളുടെ സാന്നിധ്യമാണ് ഇതെന്നായിരുന്നു അന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിച്ചു വരുന്നത്. യൂറോപ്പയുടെ കട്ടിയേറിയ മഞ്ഞുപാളികൾക്കിടയിലെ വിള്ളലുകൾ കൃത്യമായ ഇടവേളകളിൽ തുറക്കപ്പെടുകയും ഉള്ളിലെ സമുദ്രജലം ബഹിരാകാശത്തേക്ക് ശക്തമായി തെറിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് ഇത് സൂചിപ്പിച്ചിരുന്നു. യൂറോപ്പയുടെ ഉൾക്കടലിലെ ജീവൻ്റെ സാന്നിധ്യം അന്വേഷിക്കാൻ പോകുന്ന ഭാവി ബഹിരാകാശ ദൗത്യങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഈ ജലധാരകളെ അന്ന് കണക്കാക്കിയിരുന്നത്. കാരണം കിലോമീറ്ററുകൾ കട്ടിയുള്ള മഞ്ഞുപാടുകൾ തുരന്ന് ഉള്ളിലിറങ്ങാതെ തന്നെ മുകളിലൂടെ പറക്കുന്ന ഒരു പേടകത്തിന് ഈ ജലധാരകളിൽ നിന്നുള്ള സാമ്പിളുകൾ ശേഖരിച്ച് ജീവൻ്റെ തന്മാത്രകൾ കണ്ടെത്താൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഈ പ്രതീക്ഷകൾക്കാണ് ഇപ്പോൾ വലിയൊരു തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. 2013 മുതൽ 2020 വരെയുള്ള കാലയളവിൽ ഹബിൾ ടെലസ്കോപ്പ് എടുത്ത 20ഓളം പുതിയ ദൃശ്യങ്ങളും ഒപ്പം മുൻപ് പഠനത്തിന് ഉപയോഗിച്ച അതേ ദൃശ്യങ്ങളും ശാസ്ത്ര സംഘം അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വീണ്ടും പരിശോധിക്കുകയുണ്ടായി. ഹബിൾ ടെലസ്കോപ്പിൽ നിന്ന് ലഭിക്കുന്ന അൾട്രാവയലറ്റ് ചിത്രങ്ങൾ വളരെ അവ്യക്തവും കൃത്യതയില്ലാത്തതുമായ രൂപത്തിലാണ് കാണപ്പെടാറുള്ളത്. പുതിയ വിശകലനത്തിൽ യൂറോപ്പയുടെ ഉപരിതലത്തിൻ്റെ കൃത്യമായ അതിരുകൾ നിർണ്ണയിക്കാനുള്ള അത്യാധുനിക മാർഗ്ഗങ്ങൾ ഗവേഷകർ ഉപയോഗിച്ചു. ടെലസ്കോപ്പ് ചിത്രങ്ങളിലെ 1-2 പിക്സലുകളുടെ വ്യത്യാസം പോലും അന്തിമ ഫലത്തെ എത്രത്തോളം ബാധിക്കാമെന്ന് ഇവർ കണ്ടെത്തി. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 13 വർഷത്തിനിടയിൽ യൂറോപ്പയെക്കുറിച്ച് മനുഷ്യൻ നേടിയ പുതിയ അറിവുകളും ഈ പഠനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യൂറോപ്പയ്ക്ക് ചുറ്റും ഹൈഡ്രജൻ്റെ ഒരു വിപുലമായ എക്സോസ്ഫിയർ ഉണ്ട് എന്നതായിരുന്നു ഇതിലെ പ്രധാന കണ്ടെത്തൽ. ഈ ഹൈഡ്രജൻ വലയമാണ് മുൻപ് ശാസ്ത്രജ്ഞരെ ജലധാരകളാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചത്. ഈ പുതിയ കണ്ടെത്തൽ യൂറോപ്പിൽ ജീവൻ്റെ സാന്നിധ്യം അന്വേഷിക്കുന്ന ബഹിരാകാശ ദൗത്യങ്ങളെ പൂർണ്ണമായി നിരക്ഷപ്പെടുത്തുന്നില്ല എങ്കിലും അവയുടെ പ്രവർത്തന രീതി കൂടുതൽ സങ്കീർണമാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഹബിൾ ടെലസ്കോപ്പിൻ്റെ പരിധിക്കും അപ്പുറത്തുള്ള ചെറിയ ജലധാരകൾ ഇപ്പോഴും യൂറോപ്പിൽ ഉണ്ടാക്കാനുള്ള സാധ്യത ശാസ്ത്രജ്ഞർ തള്ളിക്കളയുന്നുമില്ല. എങ്കിലും ഭൂമിയിൽ നിന്നുള്ള ദൂരദർശനങ്ങൾ ഉപയോഗിച്ച് ഇനി ഇതിൽ കൂടുതൽ വ്യക്തത വരുത്തുക അസാധ്യമാണ്. ഇനി ഈ നിഗൂഢതകൾക്ക് കൃത്യമായൊരു മറുപടി നൽകാൻ നാസയുടെ വിഖ്യാതമായ യൂറോപ്പ ക്ലിപ്പർ ബഹിരാകാശ പേടകത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. നിലവിൽ ലക്ഷ്യത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന യൂറോപ്പ ക്ലിപ്പർ 2030 ഏപ്രിലിൽ വ്യാഴത്തിൻ്റെ ഭ്രമണപഥത്തിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത്യാധുനിക ഉപകരണങ്ങളും സെൻസറുകളുമുള്ള ഈ പേടകത്തിന് യൂറോപ്പിയുടെ ഉപരിതലത്തോട് ഏറ്റവും അടുത്ത് ചെന്ന് സൂക്ഷ്മമായ ജലധാരകൾ പോലും കണ്ടെത്താൻ ശേഷിയുണ്ട്. അതുവരെ യൂറോപ്പയുടെ നിഗൂഢമായ ഉൾക്കടലിൽ ജീവനുണ്ടോ ഇല്ലയോ എന്നറിയാൻ ശാസ്ത്രലോകത്തിന് ഇനിയും വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരിക തന്നെ ചെയ്യും. ഡെസ്ക് തത്വമേ TV.